ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യം റഷ്യയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ആയുധ മത്സരം ഇപ്പോൾ തുടരുകയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷവും റഷ്യ മാരകശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് തുടർന്നു. 35 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളതിനെയെല്ലാം ചാരമാക്കുവാൻ ശേഷിയുള്ള സാർ ബോംബ് അടക്കം 5800 പരം ആണവായുധങ്ങളാണ് റഷ്യയുടെ ആവനാഴിയിലുള്ളത്. ലോകത്തിന്റെ ഏത് മൂലയിലേക്കും തൊടുത്തുവിടാനാകുന്ന ഈ അണുബോംബുകൾ തന്നെയാണ് റഷ്യയെ അപകടകാരിയാക്കുന്നത്. ആയുധശക്തിയിൽ അമേരിക്കയല്ലാതെ മറ്റൊരു രാജ്യവും റഷ്യയുടെ അടുത്തെങ്ങും വരില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഉക്രൈനെ അമേരിക്കയുടെ സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമാക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ റഷ്യയുടെ ഉക്രൈൻ ആക്രമണവും മിഡിൽ ഈസ്റ്റിലെ അസ്വസ്ഥതകളും തുടരുകയാണെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ വീണ്ടും ഒരു ശീതയുദ്ധമുണ്ടാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. റഷ്യയുടെ തലപ്പത്തിരിക്കുന്നത് ഏകാധിപതിയായ വ്ളാദിമിർ പുടിനാണ്. തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴൊക്കെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തിയ പുടിൻ ഭീഷണികളെ നേരിടുവാൻ ഏതു വഴിയും സ്വീകരിക്കുമെന്നും റഷ്യ ഉക്രൈൻ അധിനിവേശത്തോടെ തെളിയിച്ചതാണ്. ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ റഷ്യ ആദ്യം ലക്ഷ്യം വയ്ക്കുക അമേരിക്കയല്ല ബ്രിട്ടനെ ആയിരിക്കുമെന്നാണ് ലോക രാഷ്ട്രീയ വിദഗ്ധനും ഇംഗ്ലണ്ടിലെ കവൻട്രി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ മാറ്റ് കോർത്രോപ്പ് പറയുന്നത്. ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിരുന്ന 1980കളിൽ റഷ്യൻ ആക്രമണം പ്രതീക്ഷിച്ചായിരുന്നു ബ്രിട്ടീഷുകാർ ഉറക്കം ഉണർന്നിരുന്നത്. യൂറോപ്പിൽ എല്ലായിടത്തും അവസ്ഥ ഇതുതന്നെയായിരുന്നു. റഷ്യൻ ഭീഷണി തന്നെയാണ് അമേരിക്കയോടൊത്ത് നാറ്റോ രൂപീകരിക്കുവാനും കാരണമായത്. എന്നാൽ റഷ്യയോട് നേരിട്ടൊരു ആക്രമണത്തിന് ബ്രിട്ടനോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ശേഷിയില്ല. ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ബ്രിട്ടന്റെ ആണവ അന്തർവാഹിനി പരീക്ഷണത്തിൽ നേരിട്ട പരാജയം കണ്ട പുടിൻ ബ്രിട്ടനെ നോക്കി ചിരിക്കുകയാണെന്ന് സുരക്ഷാ വിദഗ്ധൻ കൂടിയായ പ്രൊഫസർ പറയുന്നു. ബ്രിട്ടന്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ റഷ്യയുടേതിനോട് കൂടി താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും ദുർബലമാണ്. ബ്രിട്ടന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ റഷ്യക്ക് തടുക്കാനായേക്കുമെങ്കിലും റഷ്യ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചാൽ ബ്രിട്ടന് പ്രതിരോധിക്കുവാനാകില്ല. ലോകത്തുള്ള ആണവായുധങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയുടെ കയ്യിലാണ്. രക്ഷപ്പെടാൻ പഴുതുകളില്ലാതായ ഒരു എലിയെപ്പറ്റി പുടിൻ മുമ്പ് പറഞ്ഞ കഥയും പ്രൊഫസർ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു വഴിയും ഇല്ലാതെയായാൽ കുതിച്ചു ചാടുന്ന എലി ശത്രുവിന്റെ കഴുത്തിലായിരിക്കും കടിക്കുക. യുദ്ധത്തെയും അമേരിക്കയുടെ ഉപരോധത്തെയും തുടർന്ന് പ്രതിരോധത്തിലായ പുടിനും ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. എന്തു ചെയ്യാനും പുടിൻ മടിക്കില്ല എന്ന് കാട്ടിത്തരുന്നതാണ് പ്രതിപക്ഷ നേതാവ് നവൽനിയുടെ കൊലപാതകവും. ഏതൊരു ഏകാധിപതിയും അവസാന നാളുകളിൽ മനോനില തെറ്റി പെരുമാറിയിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് പുടിനും അടുത്തുകൊണ്ടിരിക്കുന്നതെന്നും പ്രൊഫസർ വ്യക്തമാക്കി.